നമസ്കാരം. 4K ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയെ പോലെ തന്നെ കേവല ഭൂരിപക്ഷം നേടാൻ വേണ്ടി കോൺഗ്രസിനും സാധിച്ചിരുന്നില്ല. എങ്കിലും മുൻപത്തെ അപേക്ഷിച്ച് മിന്നുന്ന പ്രകടനമാണ് കോൺഗ്രസ് ഇത്തവണ കാഴ്ചവെച്ചിരുന്നത്. ബിജെപി സഖ്യകക്ഷികളെ കൂട്ടുപിടിച്ച് സർക്കാർ രൂപീകരിച്ചപ്പോൾ കോൺഗ്രസ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഉത്തർപ്രദേശിൽ ഇന്ത്യ സഖ്യം വിപുലീകരിക്കാനുള്ള നീക്കത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് ഇപ്പോൾ. നിലവിൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയുമായാണ് ഇന്ത്യ സഖ്യത്തിൽ 2027 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനപിന്തുണയുള്ള കൂടുതൽ നേതാക്കളെ സഖ്യത്തിൽ എത്തിക്കാനാണ് കോൺഗ്രസ് ഇപ്പോൾ കരുക്കൾ നീക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് നാഗിന മണ്ഡലത്തിൽ മിന്നും വിജയം നേടിയ ആസാദ് സമാജ്വാദി പാർട്ടി നേതാവ് ചന്ദ്രശേഖർ ആസാദിനെ സഖ്യത്തിൽ എത്തിക്കാനാണ് പുതിയ നീക്കം. നാഗ്നയിൽ ആസാദ് വിജയിച്ചപ്പോൾ പാർട്ടിയുടെ മറ്റൊരു സ്ഥാനാർത്ഥിയായ അമർ സിംഗ് ചൗധരി മൊദാരിയാഗഞ്ച് മണ്ഡലത്തിൽ മൂന്നാമതെത്തിയിരുന്നു. BSP 2 മണ്ഡലങ്ങളിലും 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. മായാവതിക്കും അവരുടെ പാർട്ടിയായ BSPക്കും ബദലായി ചന്ദ്രശേഖർ ആസാദ് ഉയർന്നു വരുന്നുവെന്നാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തെളിയിക്കുന്നത്. ദളിത് യുവാക്കൾക്കിടയിൽ ചന്ദ്രശേഖർ ആസാദിന്റെ സ്വീകാര്യത ഗണ്യമായി വർദ്ധിച്ചതായും കാണാം. ദളിത് വോട്ടുകൾ BSPയിൽ നിന്നും അതിവേഗമായിരുന്നു ചന്ദ്രശേഖറിലേക്ക് തിരിഞ്ഞത്. 2027 UP നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തങ്ങളുടെ നില കൂടുതൽ ശക്തമാക്കുന്നതിനായി ഇന്ത്യ സഖ്യത്തിലേക്ക് കൊണ്ടുവരാൻ തങ്ങൾ തീർച്ചയായും ആഗ്രഹിക്കുന്നുവെന്നായിരുന്നു മുതിർന്ന SP നേതാവ് പറഞ്ഞത്. ചന്ദ്രശേഖർ ആസാദ് നേരത്തെ ഇന്ത്യ സഖ്യവുമായി ചർച്ച നടത്തിയിരുന്നു. RLD നേതാവ് ജയന്ത് ചൗധരിയുടെ മധ്യസ്ഥതയിലായിരുന്നു അന്ന് ചർച്ച നടത്തിയിരുന്നത്. പിന്നീട് RLD അപ്രതീക്ഷിതമായി ഇന്ത്യ സഖ്യം വിട്ട് NDAയിൽ ചേർന്നതോടെ ചന്ദ്രശേഖർ ആസാദുമായുള്ള ചർച്ചയും അഖിലേഷ് യാദവ് അവസാനിപ്പിക്കുകയായിരുന്നു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ചന്ദ്രശേഖർ ആസാദുമായി യോജിച്ചു പ്രവർത്തിക്കാൻ നേരത്തെ തന്നെ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച പ്രകടനമാണ് ഇന്ത്യ സഖ്യം UPയിൽ നടത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും സഖ്യം തുടരുമെന്നും സീറ്റ് ചർച്ചകൾ തുടങ്ങിയെന്നുമാണ് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയം മുന്നിൽ കണ്ടുകൊണ്ട് BJPക്കെതിരെ ഒരു ചക്രവ്യൂഹം ഒരുക്കുകയാണ് കോൺഗ്രസ് ഇപ്പോൾ. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയത്തിന്റെ പടിവാതിക്കലെത്തിയ കോൺഗ്രസ് അടുത്ത തവണ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുമെന്ന് നിസ്സംശയം പറയാം.